ഹലോ ഗൈസ്, എല്ലാവർക്കും വോൾഫ് ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർ സ്ട്രീറ്റായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ കാർ സ്ട്രീറ്റിൽ നമ്മുടെ ഈ സ്റ്റോക്ക് വണ്ടിയായിട്ട് എന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് കളിക്കുന്നത്. എൻ്റെ ഫോണിനകത്ത് ഇത് വർക്കാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ആദ്യമായിട്ട് കളിക്കുന്നതാണ് ഈ കാർ സ്ട്രീറ്റ്. ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ ഗെയിം കിട്ടുന്നത് അപ്പം നമ്മൾ വണ്ടി എടുത്ത് ഈ സ്റ്റോക്ക് വണ്ടി ഞാൻ ഗെയിമിലേക്ക് കയറിയുള്ളൂ. ആകെ ഒറ്റ റേസ് കണ്ട് കളിച്ചുള്ളൂ, ആദ്യത്തെ റേസ്. നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന രണ്ടാമത്തെ റേസിലേക്കാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ റേസ് ഈ സ്റ്റോക്ക് വണ്ടി എടുത്ത് കണ്ടോ, പൊട്ടുകയും നല്ല അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഇതിൽ കിട്ടുന്നതിൽ ഏറ്റവും പവറുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഈ പിക്കപ്പ് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. 100 സംതിങ് HP ഉണ്ട്. 190 ടോപ്പ് സ്പീഡ്. 150 പോകുമെന്ന് പ്രതീക്ഷിക്കാം. പവറുണ്ട്. പിന്നെ വണ്ടി സെറ്റാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ റേസിങ് സ്ഥലത്തേക്ക്, ഇവിടെ അടുത്താണ്. അപ്പം നേരെ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ റേസിങ് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ആദ്യമേ തന്നെ നല്ല അടിപൊളി ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനിയും നമ്മുടെ റേസിങ് പ്ലേസിലേക്ക് എത്തി. പറയേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ വെച്ച് ഒരു മാസം ഡ്രിഫ്റ്റ് എടുക്കാൻ പോവാണ്. ആൾക്കാരിങ്ങനെ നോക്കണം ഏതാ വണ്ടിയെന്ന്. നല്ല ഡ്രിഫ്റ്റാണ്. നമ്മൾ റേസിലേക്ക് വരെ കയറി. അപ്പം റേസിലേക്ക് കയറുന്നതിൻ്റെ ലോഡിങ് ആണിപ്പം നടക്കുന്നത്. അപ്പം ലോഡിങ് ഇപ്പം തന്നെ കഴിയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ റേസ് തുടങ്ങി ഗൈസ്. എന്നാടാ എനിക്ക് ഇത്ര സംശയം കാണാടാ? അപ്പോൾ ഗൈസ്, ഒരുത്ത നമ്മളോട് വെല്ലുവിളിച്ചേക്കുന്നു നമ്മൾ ജയിക്കുമെന്ന്. നമ്മൾ ആരാന്ന് ഇവനെ അറിയില്ല. നമ്മൾ ഇതിൻ്റെ അപ്പുറം റേസ് എടുത്ത ആൾക്കാരാ. അവനിപ്പോൾ എൻ്റെ ബാക്കിലേക്ക് പോകുന്നത് കണ്ടോ? ഇപ്പം എന്നാടോ എനിക്ക് പറ്റിയത്? ചെക്കൻ മാക്സിമം നമ്മുടെ ബാക്കിൽ പിടിക്കാൻ നോക്കുവാടോ. അവന് കിട്ടൂല എന്ന് വെച്ചാൽ നമ്മൾ അതുമാതിരി സ്പീഡിലല്ലേ പോകുന്നേ. അവൻ എത്ര മോഡിഫൈഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വണ്ടീൻ്റെ മുൻപിൽ ഒരുത്തനും പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പറപ്പിച്ച് പോവുകയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ 150 കയറി. ഓനോ ഇവിടെ ഡ്രിഫ്റ്റ് ഉണ്ട്. ഡ്രിഫ്റ്റ് കുറവില്ല, ഡ്രിഫ്റ്റല്ല, ചെരിഞ്ഞ് ഹൈവേയിലേക്ക് കയറാനായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പറപ്പിച്ച് പോവാണ്. അയ്യോ, ഇടിച്ച് പൊട്ടിത്തെറിച്ചില്ല ഭാഗ്യം. അയ്യോ, അയ്യോ, അവനിപ്പോൾ ബാക്കിൽ അയ്യോ ഫ്രണ്ടിൽ കയറുമതാ. അവനടുത്തെത്തി. അവനടുത്തെത്തിടാ. ചേടാ, ഇതിപ്പോൾ എന്നാ ചെയ്യും? ആഹാ, അത്രേ ഉള്ളൂ. നമ്മളിനെ പറപ്പിച്ചു പോവാ. അയ്യോ, ഇടിക്കല്ലേ ദൈവമേ, എൻ്റെ പൊന്നെ, എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചതാണ്. ഇടിക്കാണ്ട് എങ്ങനെയെങ്കിൽ പോണേ. നമ്മൾ പറപ്പിച്ച് പോവാണേ. ചെറിയ വളവ് വന്നില്ലെങ്കിൽ ഞാൻ ഒട്ട് കയറുക. ഞാൻ ഓർത്തോ ആ വെള്ള കാറിൽ പോയി ഇടിക്കുമെന്ന്. ജസ്റ്റ് ബസ്സിനെ അവൻ വെട്ടിച്ചോണ്ട് ഞാൻ അതിലങ്ങ് കയറിപ്പോയി. സെറ്റായിരുന്നു. എടാ ലുക്ക് പൊളിച്ചിട്ട് ആ വളവിൽ എടുത്ത് ആ കംബാക്ക് അടിച്ച് കയറാൻ നോക്കിയതാ, പക്ഷെ സമ്മതിച്ചില്ല. അടുത്ത നമ്മുടെ ഡ്രിഫ്റ്റ് കണ്ടോ ഗേഴ്സ്. ഞാൻ പ്രോ ഡ്രൈവറാ. ചെറിയ ഇടിച്ചെന്നൊക്കെ വെച്ച് ഞാൻ പക്ക പ്രോ ഡ്രൈവറാ. അറിയില്ലല്ലോ, കണ്ടോ ഇനി? നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് റേസ് ജയിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ റേസ് കഴിഞ്ഞു ഗായ്സ്. അപ്പം നമ്മുടെ റേസ് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത റേസിലേക്ക് നമ്മൾ പോകുകയാണ്. നമ്മൾ നേരെ അടുത്ത റേസിലേക്ക് പോവുകയാണ്. അപ്പം കുറച്ച് ദൂരം ഉണ്ട് അത്യാവശ്യം. ഇവിടുന്ന് ഈ റേസ് എടുക്കാം. ഇത് അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക്. ശരി, നല്ലൊരു ദൂരമുണ്ട്. എത്ര
3 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു കുറേ ദൂരത്തിന് ശേഷം നമ്മൾ നമ്മുടെ റേസിലേക്ക് എത്തി. ഇത് അത്യാവശ്യം ഒരു ചെറിയ റേസാണ്. അപ്പം ഇവിടെ ഒരുത്തനും വലിയ വിളിക്കുന്നില്ല. നേരത്തെ കണ്ടവനുണ്ട് കേട്ടോ സൈഡിൽ, അവനിപ്പം ഉണ്ടായിരുന്നില്ല. കയറി പോന്നു. അപ്പം നമ്മൾ ഈ പ്രാവശ്യം റേസിൽ ആരും നമ്മളോട് വിളിച്ചിട്ട്. അപ്പം റേസിൽ അങ്ങ് പോവാം. അയ്യോ ഇടിച്ചിട്ട് ഗൈസ് നമ്മളവിടെ നിന്ന് ചെറുതായിട്ട് ഇടിച്ച് 2 സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് നോക്കിയാണെങ്കിൽ നമ്മുടെ വണ്ടി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടടിച്ച് പറപ്പിച്ചങ്ങ് പോവുകയാണ്. അപ്പം സൈഡിലൊക്കെ വണ്ടി വരുന്നുണ്ട്. നമ്മളത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ വെട്ടിച്ചു പോവുക. അവർ ഇങ്ങോട്ട് വരുന്നവർ അങ്ങ് വെട്ടിച്ചോളും. നമ്മളങ്ങനെ നോക്കണ്ട. നമ്മളിങ്ങനെ നടുക്കൂടെ സ്ട്രൈറ്റ് ആയിട്ട് വിട്ടാൽ മതി. ഇനി ഇവിടെ ഒരു വളവുണ്ട്, അതാണ്. അയ്യോ ഒടുക്കത്തെ വളവത്. എൻ്റെ പൊന്നെ ഇടിച്ച് ഇജാതി ഡ്രിഫ്റ്റ് പോണോ? ഇവന് എന്തിനാ ഞാൻ ഇജാതി ഡ്രിഫ്റ്റൊക്കെ അടിച്ച? നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ ഡ്രിഫ്റ്റ് മാറിപ്പോയി. നമ്മൾ പറപ്പിച്ചങ്ങ് പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഒന്നും നോക്കുന്നില്ല. അടുത്ത ഡ്രിഫ്റ്റ് ഇനി വരിക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആ ഡ്രിഫ്റ്റ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഒടുക്കത്തെ വളവാട്ടോ, നല്ല വളവാണ്. നമുക്ക് അത്യാവശ്യം നോക്കട്ടെ. വലിയ ഡ്രിഫ്റ്റൊന്നും ഇല്ല, എന്നാലും നമ്മളങ്ങ് സോങ് ഇട്ട് മാസമാക്കി, അത്രേ ഉള്ളൂ. നമ്മളങ്ങ് അടിച്ചങ്ങ് നമ്മൾ പാട്ടൊക്കെ ഇട്ട് മാസമാക്കും, അത്രേ ഉള്ളൂ സംഭവം. വേറെ ഒന്നുമില്ല. നമ്മൾ ഇടിക്കും മറിയൊക്കെ ചെയ്തെന്ന് വെച്ച് മാസമൊക്കെ കാണിക്കുമെന്ന് വെച്ച് അന്യം സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ ഇത്ര വലിയ ഡ്രിഫ്റ്റ് അടിക്കുന്നവനൊന്നും ഇന്നത്തെ കാണില്ലെന്നേ. ഞാൻ അടിക്കും പ്രോയെ. അപ്പം നമ്മൾ സംസാരിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ റേസ് ചെയ്യാനായി ഫസ്റ്റ് തന്നെ ഉറപ്പിച്ച്. അയ്യോ പിന്നെ എൻ്റെ ഇത്ര വലിയ ഡ്രിഫ്റ്റ് അടിക്കുന്നവനൊന്നും ഇന്നത്തെ കാണില്ലെന്നേ. ഞാൻ അടിക്കും പ്രോയെ. ചെറുതായിട്ട് മൂഞ്ചി പോയി. നേരത്തെ പ്രോ എന്ന് പറഞ്ഞത് ഇപ്പം ലൂസറിൻ്റെ പറയുന്ന അവസ്ഥയായിപ്പോയി. പറയണ്ടായിരുന്നത്. എന്തായാലും ബാക്കിൽ ആരും കയറിയില്ല. എല്ലാവരും ബാഗ് പിടിച്ച് കയറി വരുന്നുണ്ട്, പക്ഷെ നമ്മൾ കയറ്റത്തില്ല. കുഴപ്പമില്ല, ജയിക്കാനായി നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഇപ്പം വെറും 100 മീറ്ററോടെ കഴിഞ്ഞ് നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ്. ഡ്രിഫ്റ്റ് അടിച്ച് നമ്മൾ മാനം കളയില്ലെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം ലെവലപ്പായി. ലെവൽ 2ലേക്ക് നമ്മളായിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് റേസല്ല. റേസ് നമ്മളെ 2 ചെയ്യുന്നുള്ളൂ. ബാക്കി റേസ് നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഞാൻ ശനി ഞായർ ആ സമയങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ശനി ഞായർ അങ്ങനെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ ക്ലാസ് ഉണ്ട്, എന്നുവെച്ചാൽ സ്കൂളിൽ പോകണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച എൻ്റെ വീഡിയോ ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻ്റെ ഷോർട്സ് ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്കിനി ഇച്ചിരിയോടെ ഒരു വണ്ടി വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. 2000 years later. ഇവിടെ ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു രാവിലെ ആവാനായി. നമ്മുടെ എന്ത് പറഞ്ഞാലും വായിക്കൊള്ളൂല. ഈഫിൽ ടവറാണ് നമ്മൾ മേളിൽ കാണുന്നത് ഗൈസ്. നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് എവിടെയോ പോയി ഇടിച്ചിരിക്കുവാണ് ഗൈസ്.
ഓ ഗേയ്സ്, ഓ ബാക്ക് പോയില്ല ഗേയ്സ്, ജസ്റ്റ് മിസ് ഗേയ്സ്. ഓക്കെ, നമ്മൾ വണ്ടി തിരിക്കുക. എടാ ഇടിച്ചിട്ടൊക്കെ വണ്ടി നിർത്തണ, എടാ വണ്ടി നിർത്തണ. എടാ മച്ചാന്മാരെ നോക്ക്, അവൻ വണ്ടി ഇടിച്ചിട്ട് അവൻ ഇടിച്ചെടുത്തോട്ട് അവൻ ഓടിച്ചോണ്ട് പോകാതെ ആ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചാണ്. വണ്ടിക്ക് ബ്രേക്ക് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് അടിച്ചാണ്. പക്ഷേ 8 നിലയും മൂഞ്ചി 8 നില പാളിയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ മൂഞ്ചോ പാളോ എന്താണ്ടോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും നോക്കാണ്ട് നമ്മുടെ വണ്ടി കൊടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പം നമ്മുടെ വണ്ടിയല്ല കൊടുക്കുന്നത്, നമ്മുടെ ഒരു ഗോൾഫാന്ന് തോന്നുന്നു. ആ ഗോൾഫായിരിക്കും, അല്ല ഗോൾഫല്ല, ഒരു റോസ് കളർ ഒരു വണ്ടിയാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടിയാണ്. അതൊക്കെ മതി. ഇതൊക്കെ ക്രാഷ് ചെയ്തായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇതാണെങ്കിൽ എടുത്തോണ്ട് പോകാൻ സിമ്പിളാണല്ലോ. അങ്ങനെ നമ്മൾ ഇനി ആ വണ്ടി എടുക്കാൻ പോവാണ്. $5000 കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സ്പോർട്ടി ലുക്ക്, ഏതോ പെങ്കൊച്ചിൻ്റെ വണ്ടിയാണ്. ഗൈസ്, ആദ്യമേ തന്നെ 8 നിലയും മുഞ്ചി. നമ്മൾ നേരത്തെ ഡ്രിഫ്റ്റ് അടിച്ച് മാസം കാണിച്ച് ഇടിച്ചിട്ടില്ല അവസാനം. ഇത് ഈ വണ്ടിയുടെ ടയറിൻ്റെ താഴെയായിരുന്നു ഇരിക്കുന്നത്. എന്തായാലും റീസ്പോൺ അടിച്ച് റോട്ടിൽ വന്നിരിക്കുന്നു. അപ്പം നമ്മൾ നേരെ ഡ്രിഫ്റ്റ് അടിച്ച്, ഡ്രിഫ്റ്റ് എല്ലാത്തിലും ഒരു ഡ്രിഫ്റ്റ് അല്ലാതെ ഡ്രിഫ്റ്റിൻ്റെ കാര്യം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, സബാഷ്, വീണ്ടും എന്നെ നാണം കെടുത്തി. 76% നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഇതൊക്കെ എനിക്ക് വെറും ഇത്. അയ്യോ, ഇടിച്ചടിച്ച് ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു പരിവാവും. എന്നിട്ട് ഈ വണ്ടീൻ്റെ ഓണറിനോട് പറയും, ചേച്ചിയെ ഈ വണ്ടി വേറുന്ന വഴിക്ക് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചായിരുന്നു. പറഞ്ഞില്ല, ഇടിച്ച് 30% സമാധാനം എനിക്ക്. ഇത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നല്ല അടി കൊള്ളൂന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇടിക്കാണ്ടെന്ന് എന്നാൽ, അയ്യോ വഴിയേറ്റിപ്പോയി. ഇടിക്കല്ലേ. സമാധാനമായി. ഒന്നുകൂടെ റീട്രൈ അടിച്ചിട്ട് ഇടിക്കാണ്ട് ചെല്ലുമോന്ന് നോക്കട്ടെ ഒന്നുകൂടെ. ഭാഗ്യം. ഇനി നമ്മൾ നേരെ ഹൈവേയിലേക്ക് ചെല്ലുന്നില്ല. ഇത് ഇടിച്ചിട്ട് പോകുമൊന്നും വേണ്ട, നമുക്ക് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം. പയ്യെ പോകാൻ നോക്കാം, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. എൻ്റെ ഡ്രിഫ്റ്റ് വേണ്ട. ഇനി എവിടെയെങ്കിലും പോയി അടിച്ചു കൂത്തി ഇടിച്ച, അത് പറഞ്ഞില്ല, തട്ടിയാനേ ഇപ്പോൾ. ഡ്രിഫ്റ്റിന്ന് എവിടെ വായെടുത്താലും ഞാൻ എൻ്റെ വണ്ടി പോയി ഇടിക്കും. ഇതെൻ്റെ വണ്ടിയല്ല കേട്ടോ, വേറെ ആരുടെയാണ്. ഞാൻ എവിടെ പറഞ്ഞാലും ഞാൻ ഓടിക്കുന്ന വണ്ടി ഇടിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നേരെ അയ്യോ, ആ ലോറിക്കാരൻ വെട്ടിച്ചോണ്ട് രക്ഷപ്പെട്ട്. അയ്യോ, ആ കാറുകാരൻ വെട്ടിച്ചപ്പോൾ ഞാൻ ഓർത്ത് സമാധാനമായിരുന്നു. അപ്പം ഞാൻ മഞ്ഞ കളർ കണ്ടെയ്നർ മറയാണ്ട് അങ്ങ് പോയത് നന്നായിട്ടോ, അല്ലെങ്കിൽ ഞാൻ നേരെ കാട്ടിലേക്കും പോയി. ഇവന്മാർ അടുത്തത് ഇപ്പോൾ തട്ടിയനെ. ആ ലോറി എന്തോ ജസ്റ്റ് മിസ്സിന് പറഞ്ഞ് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടാ. അവൻ വെട്ടിച്ചപ്പോൾ വണ്ടി ഇതെന്നാടാ, ഇവന്മാർക്ക് കണ്ണു മൂക്കൊന്നും ഇല്ലേ? അല്ലാതെ ഇവന്മാർ വെറുതെ. ഞാൻ വണ്ടി ഒന്ന് അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചപ്പോൾ അവൻ കയറി അങ്ങ് വന്ന് ഒറ്റയിടി. ഇവന്മാർക്ക് പിന്നെ പൂസലും ഇല്ല കേട്ടോ. വണ്ടി അടിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങ് പോയിക്കോളും. നമ്മുടെ ഓണറിൻ്റെ സ്ഥലം ഇങ്ങനെ. ഇനി വണ്ടി കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഇവിടെയും ഡ്രിഫ്റ്റ് അടിച്ച് ഇട്ട്. അല്ല, പൈസ കിട്ടിയല്ലോ, അത് മതി. അങ്ങനെ ആ കഷ്ടപ്പാടും ജോലിയും ആ ഇച്ചിരിയുള്ള ആ ദൂരത്തിന് ഞാൻ ഇവിടെ 30 മിനിറ്റിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കുന്നത്. ഞാൻ വെട്ടി കുറച്ചൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഈ പരിപാടി അവിടെ വെച്ച്, ആ പരിപാടി അവിടെ വെച്ച് തീർന്ന്. ഇതന്നെ പാർക്കിങ്. ഇവിടെ വെച്ച് ഔട്ട്ഡോർ എടുക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ രസകരമായ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ബെല്ലൈക്കൺ ഓളും ചെയ്തിരിക്കണം. അപ്പം
എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വെടിപൂരമായിട്ട് ഞാൻ അടുത്ത ശനിയാഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.